ഹല്ലേലൂയ. എല്ലാ ദൈവമക്കൾക്കും വന്ദനം അറിയിക്കുന്നു. ടുഡേയ്സ് മെസ്സേജ് ടൈറ്റിൽ സ്വർഗ വീട്ടിലെത്തുവാൻ. സ്വർഗ വീട്ടിലെത്തുവാൻ. എബ്രായർ 11:15 വായിക്കുന്നത്, അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അബ്രഹാം തൻ്റെ ദേശത്തെ വിട്ടപ്പോൾ അവൻ അത് തൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞു. എന്നാൽ ലോത്തിൻ്റെ ഭാര്യ സോദോം വിട്ടപ്പോൾ അവൾ അത് തൻ്റെ ഹൃദയത്തിൽ നിന്ന് വിട്ടുകളഞ്ഞില്ല. ആകയാൽ അവൾ തിരിഞ്ഞു നോക്കി ഉപ്പുതീണായി തീർന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നതിൻ്റെ അർത്ഥം നമ്മുടെ ദേശത്തെ മാത്രമല്ല, കർത്താവ് നമ്മൾ വിടുവാൻ പറയുന്നതെല്ലാം വിട്ടുകളയണം. അതാണ് ആശ്ചര്യമാവണ്ണം നാം വിട്ടുകളഞ്ഞ ശേഷം അത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കരുത്. ചിലർ തങ്ങൾ വിട്ടുകളഞ്ഞ മദ്യപാനം, പുകവലി, മറ്റ് ദുശീലങ്ങൾ തുടങ്ങിയവയിലേക്കും അല്പകാലത്തിന് ശേഷം മടങ്ങിപ്പോകുന്നു. അവർ തങ്ങളുടെ ഹൃദയത്തിൽ അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. പരീക്ഷ നേരിടുമ്പോൾ അവർ അതിനെ കീഴടങ്ങുന്നു. ആകയാൽ വിട്ടുകളയുവാൻ ദൈവം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തായാലും വിശ്വാസവീരന്മാർ ചെയ്തതിന് പോലെ നാമം അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും മനസ്സിൽ നിന്നും വിട്ടുകളയണം. 16-ാം വാക്യത്തിൽ വായിക്കുന്നു, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. അവരൊരു ശ്രേഷ്ഠമായ ദേശത്തെ ആഗ്രഹിച്ചതിനാൽ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹം അവർക്കില്ലായിരുന്നു. അവർ സ്വർഗത്തിന് വേണ്ടി ജീവിച്ചിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്നു. നാം സ്വർഗത്തിന് വേണ്ടി ജീവിച്ചാൽ നമ്മുടെ ഹൃദയം സ്വർഗമായിരിക്കും. സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയും നമുക്ക് സ്വർഗമായിരിക്കും. നിനക്ക് സ്വർഗം അധികം നല്ല ദേശം ആയിരുന്നാൽ നീ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകുവാനുള്ള വെമ്പൽ ഉണ്ടാകും. അതുകൊണ്ട് ദൈവമക്കളെ, നിൻ്റെ സ്വർഗീയ വീടിനെ ഓർത്ത് നീ വെമ്പൽ കൊള്ളുന്നുണ്ടോ? പത്രോസ് 1:5 വായിക്കുന്നത്, കർത്താവ് നമുക്കായി ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്ത അവകാശം ഒരുക്കുന്നു. ആകയാൽ ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളതിനെ നമുക്ക് അന്വേഷിക്കാം. ടൈറ്റിൽ സ്വർഗ വീട്ടിൽ എത്തുവാൻ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നല്ലോ. ഈ വചനത്തിൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.